ഹായ്, എവിടെയായിരുന്നു? എവിടേക്ക് അന്വേഷിച്ചെന്നറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. എന്താണ് നീ പറയണ? പോരാ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. അതെങ്ങനെ വന്നേ? ഏമ്പൊക്കെ വിട്ടപ്പോഴാണോ? താൻ എന്നെ ഇൻസൾട്ട് ചെയ്തു. അതെ, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. അല്ലപ്പാ, അത് നമ്മള് കോമഡി റിയാലിറ്റി ഷോ കളിക്കുന്ന സമയത്ത് 10-12 മിനിറ്റ് സ്കിറ്റ് നമ്മൾ കാണാതെ പഠിച്ചിട്ട് വേണം ചെയ്യാൻ. ആര് കേട്ടാലും ഈ കഥ വിശ്വസിക്കില്ല. അതാ എന്റെ കഥയുടെ കുഴപ്പം. അങ്ങനെ ചെയ്യുമ്പോ ചിലപ്പോ ഡയലോഗൊക്കെ മറന്നു പോകുമ്പോ ആ ഗ്യാപ്പിൽ ഓർക്കാൻ വേണ്ടിട്ട് ഫില്ലർ. പിന്നെ ഞാനത് സ്ഥിരമാക്കി. അപ്പൊ ആ സംശയവും തീർന്നു. ശ്രുതിയിലൊന്ന് പഠിപ്പിച്ചു തരൂ. എങ്ങനെയായിരുന്നു? എനിക്കതൊക്കെ ബുദ്ധിമുട്ടാണ്. അല്പം ബുദ്ധിമുട്ടെന്നേ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ. അല്ല പിന്നെ ഇതുവും உங்களுக்கு ഒരേ ബ്രാൻഡ്. ഇവരെ പഠിപ്പിച്ചിട്ട് ഞാൻ എന്റെ തെറ്റിപ്പോണല്ലോ. ദൈവമേ, എന്റെ തൊണ്ടയിലും കയറിയില്ല സാംബശിവൻ. അതൊന്നും സാരമില്ലെന്നേ, കേൾക്കാൻ നല്ല രസമുണ്ട് ഇല്ലേ? ഒന്നിവിടെ അതിന്റെ ഫ്ലോ പോയില്ലേ ജെസിയില? ഞാൻ എങ്ങനെ വീണ്ടെടുക്കും? ചേട്ടന്റെ മാസ്റ്റർ പീസ് പോയി. ഇനി ഈ പ്രശ്നത്തില് ഈ ബ്രോക്കർ വിലായത് ഒരു തീരുമാനം പറയാം. ഇന്നത്തോടുകൂടി ഞാൻ ഈ ഫീൽഡ് വിടാം. ഞാൻ അവനെ ചെന്ന് കണ്ടപ്പോ അവൻ എന്നോട് പറയുക, നീ ചായ കുടിച്ചോടാന്ന്. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. അപ്പൊ മൂവിംഗ് ഓൺ ടു ദ സെഗ്മെന്റ് ആൻഡ് ദാറ്റ് ഈസ് ഇത് തീർന്നില്ലേ? ഇത് മുകളിലേക്ക് വരില്ല, എപ്പോഴും താഴത്തേക്ക് വീണുണ്ട്. ഇത് മുകളിലേക്ക് വരില്ല, എപ്പോഴും താഴത്തേക്ക് വീണുണ്ട്. താഴേക്ക് വീണുകൊണ്ടിരിക്കും. താൻ എന്ത് തേങ്ങാ കൊലയാണോ ഈ പറഞ്ഞോണ്ട് വരുന്നത്? ചിരിക്കണത് കണ്ണുനീര് പിന്നെ താഴേക്കല്ലാതെ ഇങ്ങനെ വെള്ളക്കണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. എന്നാ ഞാൻ തെളിച്ചു പറയാം. മുകളിലേക്ക് വരില്ല, എപ്പോഴും താഴേക്ക് വീണോണ്ടിരിക്കും. കണ്ണുനീർ, മഴ, യൂറിൻ. സത്യത്തിൽ ഞാൻ ഈ മുന്നോക്ക ഭാഷയാണ് പ്രയോഗിക്കുന്നത്. മഴയാണ്, പക്ഷേ യൂറിനും എങ്ങനെ പറഞ്ഞാലും ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നിയാണ്. അടങ്ങുമോനെ, എനിക്ക് 2 പ്രൈസ് വേണം. അങ്ങനെ ചിരിച്ചു തള്ളണ്ട. എന്ത് വിശാലമായ ചിന്താഗതി. ഇത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞേ? ഈ യൂറിനൊക്കെ ക്രിയേറ്റിവിറ്റി അതെങ്ങനെ? ഞാൻ ഇങ്ങോട്ട് കയറിനേക്കുമ്പോ ക്രിയേറ്റിവിറ്റി ചെയ്തായിരുന്നു. അതായിരിക്കും. കൊള്ളാമല്ലോ, ആളല്ലേ വൃത്തികെട്ടവൻ, ശവം. വെരി കറക്റ്റ്. മഴയാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ഇനി ഒന്നുമില്ലല്ലേ പറയാനെ കൊണ്ട്? ഒന്നുമില്ല, പോവാ. അങ്ങനെ പോവല്ലേ.